സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു സ്വപ്നം തന്നെയായിരുന്നു. കാരണം ബേസിക്കലി ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നാടകങ്ങൾ എഴുതാറുള്ള ഒരാളാണ്. സുരേന്ദ്രൻ പയ്യാനക്കൽ എന്ന പേരിൽ നിരവധി നാടകങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സർക്കാർ ജീവനക്കാരനാണ്. റിട്ടയർ ചെയ്തതിന് ശേഷമാണ് സിനിമാ രംഗത്ത് വളരെ സജീവമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള ചില സിനിമകളും പിന്നെ പ്രഗത്ഭരായിട്ടുള്ള 2 സംവിധായകരുടെ കൂടെ സംവിധാന സഹായിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പിന്നെ കോമഡിക്ക് പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ സെന്റിമെന്റ്സിന് പ്രാധാന്യമുണ്ട്. കോമഡിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഉണ്ണിരാജ എന്ന നടനെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം നന്നായിട്ട് കോമഡി വർക്കൗട്ട് ചെയ്യും, അതോടൊപ്പം തന്നെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്ത സംഭവങ്ങളൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നടൻ ആരായിരിക്കും എന്നുള്ളത് നോക്കിയത് ഉണ്ണിരാജ. അങ്ങനെയാണ് ഉണ്ണിരാജ എന്ന നടൻ നമ്മൾ കണ്ടെത്തുന്നത്. ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ആളുകൾക്ക് ചിരിച്ചും രസിച്ചും ഇരിക്കാനുള്ള ഒരു സിനിമ, അത്ര മാത്രമേ ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയുന്നു. അപ്പോൾ ഈ പടത്തിലെ നായകനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു നായക വേഷം. അപ്പൊ എങ്ങനെ ഈ പടത്തില് നായകനായിട്ട് എത്തി? പുറത്തെ നന്മകളും സ്നേഹങ്ങളും സൗഹൃദങ്ങളും പ്രണയവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല ചിത്രമായിരിക്കും പുഷ്പാങ്കദന്റെ 1-ാം സ്വയംവരം. വയനാടിന്റെ ഏറ്റവും പ്രകൃതി മനോഹരത കൃത്യമായി പകർത്തിയ അഷഫ് പാലാഴി എന്നുള്ള ക്യാമറാമാൻ ഭയങ്കര രസകരമായി ചെയ്തിട്ടുണ്ട്. എൻ്റെ സംവിധാനമായാലും എൻ്റെ നിർവഹണം നിർവഹിച്ച ജോസഫ് നല്ല ടീമാണ്. ആ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സിനിമ റിലീസാവും, എല്ലാവരും കാണണം, നല്ല പ്രോത്സാഹിപ്പിക്കും.